ഹായ് ഗായ്സ്, എല്ലാവർക്കും ആഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ഇനി കുട്ടികൾക്ക് സ്കൂളിലേക്ക് ക്രിസ്മസിൻ്റെ കാർഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ക്രിസ്മസ് കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് കളേഴ്സിലുള്ള ഗ്ലിറ്റർ പേപ്പറാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഞാനിത് ചെയ്യുന്നത് A4 ഷീറ്റിലാണ്. അങ്ങനെ ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് അതിൽ ഇങ്ങനെ ചെറുതായിട്ട് റൗണ്ടിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മൂടിയാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് ചെറിയ വളയോ എന്ത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് അധികം വലുപ്പത്തിലുള്ള റൗണ്ട് വേണ്ട കേട്ടോ, ചെറിയ റൗണ്ട് മതി. അത് ഒരു 2-3 സൈസിലുള്ളതായാലും കുഴപ്പമില്ല. ഒരു കുറച്ച് വലുത്, പിന്നെ ഒരു ചെറുത്, പിന്നെ ഒരു ചെറുത്, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനി എല്ലാം സെയിം ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ ഗോൾഡൻ പേപ്പറിൽ ഈ ഒരു ഷേപ്പിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ബോ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ബോ രീതിയിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബോൾസൊക്കെ A4ലേക്ക് ഒട്ടിച്ചു. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെട്ടി വെച്ചിട്ടുള്ള ബോയും ഒട്ടിച്ചു കൊടുത്തു. വീഡിയോ എടുക്കുന്നതും ഇതുണ്ടാക്കുന്നതും ഒക്കെ ഒരുമിച്ചായതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ ഇടയ്ക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് കേട്ടോ ബോൾസ് ഒട്ടിക്കുന്ന വീഡിയോ ഇതിൽ വരാഞ്ഞത്. ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫോണിലേക്ക് നോക്കിയത്. ഞാൻ ഈ ഡിസൈൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറേ ബോൾസ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള മോഡലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു സ്കെയിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. തൂക്കിയിട്ട് നൂല് പോലെ തോന്നിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ബോൾസിന് ഒരു 3D എഫക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അടിയിലൊരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഞാനിതിൽ മെരി ക്രിസ്മസ് എന്നാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. ഇതും അതേപോലെ തന്നെ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ആ മെരി ക്രിസ്മസ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഭാഗം വരാഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാനിത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പെൻസിൽ കൊണ്ട് എഴുതണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ സ്കെച്ച് കൊണ്ടോ അല്ലെങ്കിൽ മാർക്കർ കൊണ്ടോ നല്ല വൃത്തിയിൽ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ഒന്നുകൂടെ സേഫ് ആണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പെൻസിൽ കൊണ്ട് എഴുതിയത്. എന്നിട്ട് ഞാനിത് പെന്ന് വെച്ചിട്ട് ഒന്നുകൂടെ ഡാർക്കാക്കി കൊടുക്കുകയാണേ. ഞാനിത് മെയിനായിട്ടും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാർഡ് ഉണ്ടാക്കിയത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാക്കാൻ അറിഞ്ഞോളണം എന്നില്ലല്ലോ. പിന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ ഇതുപോലെയൊക്കെ റൗണ്ടിൽ വെട്ടിയെടുക്കാനൊക്കെ എല്ലാവർക്കും കഴിയുമല്ലോ. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം അതുപോലെയാണ് ഉണ്ടാക്കിയത്. ഞാൻ പിന്നെ ഉള്ളിലൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എഴുതി കൊടുക്കാം. പിന്നെ എന്തായാലും ഇപ്പം ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ഗിഫ്റ്റിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയൊരു കാർഡും കൂടെ കൊടുക്കുമ്പോൾ അത് അവർക്ക് ഹാപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.